അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈപ്പറമ്പുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ സൈക്കിളിൻ്റെ ഒരു മേക്ക് ഓവറാണ്. അപ്പോൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ പെയിൻ്റൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ സിൽവർ പെയിൻ്റാണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ സൈക്കിള് ഇത്തിരി പഴയ സൈക്കിളാണ്, മാമൻ്റെ അവിടെ ഇരിക്കേണ്ടിയിരുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യാത്തത് നമ്മൾ എടുത്തു കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അത് എന്താ പറയുക, തുരുമ്പൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ സിൽവർ കളറാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. നമ്മുടെ സൈക്കിളിന് സിൽവറാണ് ഉള്ളത്. സിൽവറും പിന്നെ ബ്ലൂവും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ്റ് ഞാൻ അടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, വീഡിയോയും എല്ലാം കൂടെ. അപ്പോൾ എത്ര നന്നായി എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ സ്കൂട്ടിയും പണ്ടത്തെ സൈക്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഉപയോഗിക്കണു. അപ്പോൾ ഇപ്പോഴാണ് അമ്മ പറഞ്ഞ് പെയിൻറ്റ് അടിക്കാമെന്ന്. അപ്പം അങ്ങനെ പെയിൻ്റ് അടിക്കുകയാണ്. കണ്ടോ, നമ്മൾ ടിന്നറൊക്കെ അടിച്ചിട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മളിതാ ഓരോ ഭാഗത്തേക്കായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൈമായ പോവാൻ കുറച്ച് പാടാണ്. ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തുടയ്ക്കണം കേട്ടോ, എന്നാലേ അത് പോവുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈക്കിളിൻ്റെ പുതിയ ലുക്ക്. ഏകദേശം രാത്രിയായിട്ട് നമ്മളത് കഴിയാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കമ്പിയും ഒക്കെ ഇങ്ങനെ ടയറും ഒക്കെ ആവാണ്ട് ഓരോ സെക്ഷനിലായിട്ടാണല്ലോ അടിക്കുന്നത്, പെയിൻ്റ് അടിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്തായിരുന്നു അടിക്കാൻ. അപ്പോൾ ഞാൻ സൈക്കിൾ പഠിക്കുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടൻ പഠിപ്പിച്ചു തന്നിട്ടാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ പഠിപ്പിച്ചത് മീൻസ് നമുക്ക് പെഡലി ഇങ്ങനെ ചവിട്ടാൻ അറിയാമെന്നല്ലാതെ സൈക്കിളിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഞാൻ സൈക്കിളിന്മേൽ കയറിയിരിക്കും. അവനെ അറ്റം വരെ, നമ്മുടെ ഒരു മണ്ണിട്ട വഴിയാണ് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് അന്ന്. അപ്പോൾ അറ്റം വരെ അങ്ങനെ സൈക്കിളിന്മേൽ ഉന്തിക്കൊണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ചവിട്ടും. പിന്നെ പതിയെ അവൻ വിട്ടു. എന്നിട്ടാണ് ഞാൻ സൈക്കിൾ ചവിട്ട് പഠിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ഉന്തിക്കൊണ്ട് നടന്നിട്ട് അവൻ എന്നെ പഠിപ്പിച്ചതാണ്. പിന്നെ അവന് പഠിക്കാൻ വലിയ ഇതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ആ സമയത്ത് അവൻ പുറത്തൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുടെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് അവന് ഇത്തിരി പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സൈക്കിൾ ചവിട്ട് പഠിച്ചത്. അപ്പോൾ എൻ്റെ പണ്ടത്തെ സൈക്കിളായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതെനിക്ക് അച്ചാച്ചൻ മേടിച്ച് തന്നതാണ് കേട്ടോ. ഒരാളുടെ വാങ്ങി തന്നതാണ്. അവർ യൂസ് ചെയ്യാതെ അങ്ങനെ ഇരുന്നപ്പം എനിക്ക് വാങ്ങിത്തന്ന സൈക്കിളാണ്, എൻ്റെ അച്ചാച്ചൻ വാങ്ങി തന്നതാണ്. അപ്പോൾ അമ്മയുടെ അച്ഛനാണേ വാങ്ങി തന്നത്. അപ്പം അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ ഏകദേശം അടിച്ച് കഴിയണു. ബ്ലൂവും ഉണ്ട്, സിൽവറും ഉണ്ട്. അപ്പോൾ സിൽവർ നമ്മൾ അടിക്കുമ്പോഴേക്കും ഉണങ്ങും കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. അങ്ങനത്തെ വേണ്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ തൊട്ടൊക്കെ കാണിച്ചു തരാം. അന്ന് എന്തൊക്കെയോ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വീണ്ടും ചെയ്യുന്നതാണേ. അപ്പോൾ പിന്നെ അമ്മ വന്നു എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് ഞാൻ നീലയാണ് അടിക്കുന്നത്. നീല ചെറിയൊരു പെയിൻ്റായിരുന്നു മേടിച്ചത്, കുറച്ചേ മേടിച്ചുള്ളൂ. കാരണം നീല കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. നമ്മുടെ സിൽവറാണ് മെയിനായിട്ട് നമ്മുടെ ഇതിൽ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിലൊരു കുഞ്ഞ് സൈക്കിൾ കണ്ടില്ലേ, അതാണ് എനിക്ക് അച്ചാച്ചൻ മേടിച്ചു തന്ന സൈക്കിള്. അതുമ്മയാണ് ഞാൻ ആദ്യമായിട്ട് സൈക്കിളോട്ട് പഠിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എക്സിബിഷനിൽ നിന്ന് കിട്ടിയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓടിച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് സെറ്റായിട്ടാ. അപ്പം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോ കമ്പിയും ഒക്കെ ആയിട്ട് അടിച്ചിട്ട് രാത്രി ആയപ്പോഴത്തേന് ഏകദേശം കഴിയാനായിട്ട് തുടങ്ങി. അപ്പോൾ നീല അടിച്ച് കഴിയുന്നുള്ളൂ. അതൊക്കെ കുഞ്ഞി കമ്പീനായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അടിക്കാൻ, വേറെ എവിടെ ആവാതൊക്കെ അടിക്കണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ സൈക്കിൾ ചവിട്ട് എന്നും പ്രിയപ്പെട്ടതാണ്. നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയൊന്നും സൈക്കിളൊന്നും ചവിട്ടി പഠിച്ചിട്ടില്ല കേട്ടോ. അത് കാരണം അമ്മയ്ക്ക് വണ്ടിയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഓടിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. അമ്മ ഒരു സ്ഥലത്ത് വീണിട്ട് കാല് ഫ്രാക്ചറായിട്ട് ഒരു 3 മാസം റെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അമ്മയ്ക്ക് വണ്ടി എടുക്കാനൊരു പേടിയായി. അമ്മ സൂപ്പറായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് കേട്ടോ. ഡബിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആളാണ്.
പിന്നെ അങ്ങനെ അമ്മ ഓടിക്കാതെ ആയത്. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പഠിക്കും. അപ്പോൾ എനിക്ക് സൈക്കിൾ തൊട്ട് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ എന്താ ഓരോ കമ്പീമയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ എവിടെയും സിൽവർ അടിച്ചു കൊടുത്തൊന്നും ആവാതെ വേണ്ടേ നമ്മൾ ഈ ബ്ലൂ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇത്തിരി ടാസ്ക്കായിരുന്നു, എന്നാലും ചില സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മൾ കുറേ ഓരോ കാരണം കൊണ്ട് ഇട്ടില്ല. അപ്പോൾ ഇപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു.